നമ്മുടെ മക്കളെ നല്ല സുന്നത്തിയമാത്തിന്റെ മക്കളാകട്ടെ, നമ്മുടെ മക്കളെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മക്കളാകട്ടെ, നമ്മുടെ മക്കളെ SKSSFന്റെ മക്കളാവട്ടെ, നമ്മുടെ മക്കളെ SSFന്റെ മക്കളാവട്ടെ. എന്റെ രണ്ടു കൂട്ടര് ഉലമാക്കളോ ഒന്നരായ ആലിക്കുട്ടി ഉസ്താദ് ഇവിടെ വന്നില്ലോ, ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ ഇവിടെ വന്നില്ലോ. രണ്ട് നേതൃത്വമാണ്, പക്ഷേ പരസ്പരം എന്ത് പെരുമാറ്റമാ, എന്ത് നല്ല പുഞ്ചിരിയാ, എന്ത് നല്ല ഐക്യമാ. ഒരു ഭാഗത്ത് മുത്തുക്കോയ ജിബ്രീൽ തങ്ങളുപ്പാപ്പയുടെ നേതൃത്വം, മറുഭാഗത്ത് റഈസുൽ ഉലമയുടെയും സുൽത്താനുൽ ഉലമയുടെ നേതൃത്വം. എന്തോരു നല്ല പൊരുത്തമാ. എന്നിട്ട് ആ നേതാക്കന്മാർക്കില്ലാത്തൊരു ആവേശോ, ആ നേതാക്കന്മാർക്കില്ലാത്തൊരു ഈമാനോ. നമ്മളെന്തിനാ പൊന്നുമോനെ ഐക്യശമത്തിനെതിരെ അള്ളു വെക്കാൻ പോകുന്നുണ്ടോ? അവരൊന്ന് കൂടട്ടെ, അവരെ ചർച്ച ചെയ്യട്ടെ. ഒന്നരായ ആലിക്കുട്ടി ഉസ്താദിനോട് വർത്തമാനം പറയുമ്പോ ഒന്നരായ ഉസ്താദിനോട് ഞാൻ ചോദിച്ചല്ല ഉസ്താദേ, സമസ്തയുടെ ഐക്യശ്രമം എവിടെ എത്തി? ബഹുമാനപ്പെട്ട ഉസ്താദ് അവരോട് പറഞ്ഞു, അതൊന്ന് ഒന്നായി കാണാൻ, നമുക്ക് ഒന്നായിട്ട് ദുആയിരക്കാമെന്ന്. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. ഒന്നരായ ശംസുൽ ഉലമയെ കുറിച്ച് ഇവിടെ പറഞ്ഞില്ലയോ? ആരാ ശംസുൽ ഉലമ? ശംസുൽ ഉലമ ഇകെ ഉസ്താദിന്റെ ജീവിത ചരിത്രം അറിയണമെങ്കിലോ സമയം കിട്ടുമോ? കഥർകോട് ജില്ലയിലില്ല നിങ്ങൾക്ക് മഹാനായ ബഹുമാനപ്പെട്ട താജുശ്ശേരി ആലിക്കുഞ്ഞി ഉസ്താദിന്റെ സവിധത്തിൽ ചെല്ല. ശംസുൽ ഉലമയുടെ യഥാർത്ഥ ശിഷ്യനാ താജുശ്ശേരിയോ? ആ താജുശ്ശേരി ആലിക്കുഞ്ഞി ഉസ്താദിനറിയാം ശംസുൽ ഉലമ ആരാണെന്ന്. ബഹുമാനപ്പെട്ടവര് പറയുന്നു, ശംസുൽ ഉലമ ഇകെ ഉസ്താദ് അല്ലാഹുവേ ദർജ വർദ്ധിപ്പിക്കണേ റഹ്മാനെ, അവിടത്തെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ, അവിടത്തോടുകൂടെ സ്വർഗലോകത്ത് ഞങ്ങൾ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. മുഹറിന്റെ നിസ്കാരം കഴിഞ്ഞ് അസർ നിസ്കരിക്കുന്നുണ്ടെങ്കിലോ അസ്മാഉൽ ബദർ ചൊല്ലാത്ത ഒരു വഖത്തും ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയിൽ കഴിഞ്ഞു പോയിട്ടില്ല. അത് നമ്മളൊക്കെ ചൊല്ലുന്നത് പോലെയല്ല. ഓരോ ബദരീങ്ങളെ പേരിന്റെ മുന്നിലും സയ്യിദിനെ കൂട്ടിയിട്ടല്ലാതെ ബഹുമാനപ്പെട്ടവർ ചൊല്ലൂല്ല. ആ മഹാനായ ബദരീങ്ങളെ ഉപ്പായുടെ പേര് ചേർത്തിട്ടല്ലാതെ പറയൂല്ല. അത് കഴിഞ്ഞിട്ട് റളിയല്ലാഹു അൻഹു എന്ന് പൂർണ്ണമായി പറഞ്ഞിട്ടല്ലാതെ പറയൂല്ല. ഇങ്ങനെ ബഹുമാനപ്പെട്ടവരെ ജീവിതത്തിലെ ബുദ്ധിമുളച്ചത് മുതലോ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഇകെ ഉസ്താദ് അവരുകളോ അവിടുത്തെ ജീവിതത്തിലെ ഓരോരോ വഖത്തിലും അസ്മാഉൽ ബദറിന്റെ കാവലിലായി ഇവിടെ ജീവിതം കൊണ്ടുപോകണം. അല്ലാഹുവേ അവിടുത്തെ പൊരുത്തം നൽകണേ റഹ്മാനെ. ആ ശംസുൽ ഉലമയെ നെഞ്ചോട് പിടിച്ച ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ളാളത്തെ തങ്ങളുപ്പാപ്പ